സോ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇസ് ഇറ്റ് ബോർ? ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ ഇത്രയും ദിവസം എടുത്ത ഒരുപാട് വീഡിയോസിൽ വളരെ ഹാപ്പി ആയിട്ട് അല്ലെ എന്താ പറയുക, വളരെ എക്സൈറ്റഡ് ആയിട്ട്, വളരെ ഷോക്കിങ്ങോടുകൂടി അങ്ങനെ പല ഇമോഷൻസിൽ കൂടെ ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണ്. ലഹരിക്കടിമയായ മകനെ അമ്മ പോലീസിൽ ഏൽപ്പിച്ച വാർത്ത ഇന്നലെ നമ്മൾ കേട്ടിരുന്നു. കോഴിക്കോട് എലത്തൂർ ചെട്ടികുളം സ്വദേശി രാഹുലിനെയാണ് അമ്മ മിനി പോലീസിൽ ഏൽപ്പിച്ചത്. ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് കാലത്തിൻ്റെ ഒരു പോക്കെ. ഇപ്പോഴത്തെ ജനറേഷനിൽ സ്വന്തം മക്കൾ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒളിപ്പിച്ച് പിടിച്ച് സമൂഹത്തിൽ അറിയിക്കാണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ അച്ഛനോടോ കാരണവരോടോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള കുടുംബത്തിലെ ആൾക്കാരോട് പോലും അറിയിക്കാണ്ട് നിൽക്കുന്ന ഈ സമയത്താണ് ഒരമ്മ മിനി സ്വന്തം മോൻ ലഹരിക്ക് അഡിക്റ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിൽ കേസ് കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്ക് നല്ല ബുദ്ധിയുണ്ട്. കാരണം കൊല്ലുമെന്ന് പറഞ്ഞ ഭീഷണിയാണ് ലാസ്റ്റ് മുഴക്കിയത്. ഇത് വെച്ച് ഞാൻ കണ്ടിന്യൂ ചെയ്ത് എൻ്റെ മോനെ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ടി വിയിൽ കാണുന്ന ഒരുപാട് ന്യൂസ് ലിസ്റ്റിൽ ഒന്ന് എൻ്റെ പേരും ആവും എന്നൊരു ബുദ്ധി അമ്മയ്ക്കുണ്ട്. അവൻ തന്നെ പറയുന്നത് 13 വയസ്സ് തൊട്ട് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ അറിയുന്നില്ല. ഒരു 18-19 വയസ്സൊക്കെ ആകുമ്പോഴാണ് ഇവൻ കുറച്ചെങ്കിലും ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി തുടങ്ങുന്നത്. പിന്നെ പല രീതിയിലും ചികിത്സിക്കാനൊക്കെ നോക്കി. ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോവേ, പിന്നെ പേഴ്സണലായിട്ട് ഡോക്ടറെ ഇക്ര ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട്, പിന്നെ ചാലപ്പുറത്തുള്ളൊരു ഡോക്ടറെ വീട്ടിൽ അവിടെ അങ്ങനെ കാണിച്ചിട്ട്. ഈ ലഹരിക്ക് അഡിക്റ്റ് ആവുക എന്ന് പറയുന്നത് ഒരു ദിവസം നടക്കുന്ന ഒരു കാര്യമല്ല, കുറച്ചധികം ദിവസം എടുത്ത് നടക്കുന്ന ഒരു കാര്യമല്ല, കുറച്ച് കൊല്ലങ്ങളോളം. ഒരു സാധാരണയൊക്കെ തുടങ്ങി, പിന്നെ ഉപയോഗം മെല്ലെ മെല്ലെ ഇടയ്ക്കിടയ്ക്കായി, പിന്നെ അത് കൂടി, പിന്നെ അളവ് കൂടി, വീട്ടിലും നാട്ടിലും ജോലിയിലും ഒക്കെ പ്രശ്നം വന്നു, റീഹാബിലൊക്കെ പോയി, പിന്നെ വീണ്ടും ഇറങ്ങി, വീണ്ടും കുടിച്ച്, അങ്ങനെയൊക്കെ ലെവലിലാണ് ഒരാൾ അഡിക്റ്റിലോട്ട് പോവുക. അപ്പോൾ അതെന്തായാലും ഏറ്റവും കൂടുതൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയ വീട്ടുകാർക്കാണ്, വേറെ പബ്ലിക്കിനോ ഫ്രണ്ട്സിനോ എല്ലാവരെയും കാണും. അപ്പം ഏറ്റവും കൂടുതൽ ആ വ്യക്തിനെ ഓക്കെ ആക്കി എടുക്കാൻ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന വീട്ടുകാരിൽ തന്നെയാണ് മിക്ക അബദ്ധങ്ങളും ഉണ്ടായിട്ടുള്ളത്. വന്നത് പുറത്തു പോയിട്ട് പിന്നെ ഇന്നലെ മെനിയാന്നൊക്കെ അമ്മനോട് പൈസ ചോദിച്ചു, അമ്മ കൊടുത്തില്ല. അമ്മ ഞാൻ കാണാതെയും ചോദിച്ചു, ഇന്നെ കേൾക്കാൻ ചോദിച്ചു, എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, 10 പൈസ ഞാൻ തരൂല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ എന്റെ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിയിട്ട് ഓരോരുത്തരെങ്ങനെ വിളിക്കും, ഓൻ്റെ ആൾക്കാരൊക്കെ അങ്ങനെയാണോ അപ്പൊ ഞാൻ ഹോട്ട്സ്പോട്ട് ഓഫ് ആക്കും. അപ്പൊ അവന് ദേഷ്യം പിടിക്കും, കൈമ കിട്ടുന്ന എല്ലാം എടുത്ത് പൊടി, ഈ വാതിൽ ഇവിടെ ഒരു സാധനം പൊട്ടാത്തയില്ല. ലഹരി കച്ചവടം, പീഡനം, മോഷണം, അടിപിടി കേസുകളിൽ ഒരമ്മേൻ്റെ ദയനീയതയാണ് ഈ വീഡിയോയിൽ കാണുന്നത്. അമ്മയ്ക്ക് മോനെ പേടിയാണ്, പോലീസിനെ വിളിച്ച് പറയുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ചു, 26 വയസ്സുള്ള മോനെ അമ്മ ഇത്രത്തോളം പേടിക്കുന്നുണ്ടെങ്കിൽ ലഹരീൻ്റെ സൈഡ് എഫക്റ്റിൽ അവൻ കാണിച്ചു കൂട്ടിയ കുറേ കാര്യങ്ങൾ, പൈസ ചോദിച്ചിട്ട് തന്നില്ലെങ്കിൽ ഒച്ചപ്പാട്, തല്ല്, വഴക്ക്, സാധനങ്ങൾ എറിഞ്ഞ് പൊട്ടിക്കുക. ചെറുപ്പത്തിൽ വെച്ചാല് ഇത് എപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊന്നും കറക്റ്റായിട്ട് അറിയില്ല. കാരണം അവൻ തന്നെ പറയുന്നത് 13 വയസ്സ് തൊട്ട് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ അറിയുന്നില്ല. അമ്മ പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളിവിടെ വരുന്ന എല്ലാ ക്ലയൻസിനോടും ഒരു ലഹരിയുടെ ഒരു സ്റ്റാർട്ടിങ് ഏജൊക്കെ ചോദിക്കുമ്പോൾ മിക്ക ആൾക്കാരും പറഞ്ഞ 15, 16 ഒക്കെയാണ്. ചെറിയ കുട്ടികളിലോട്ട് വരുന്ന സമയത്ത് അത് കുറച്ചും കൂടെ കുറയും. ഇത് ഒരച്ഛനും അമ്മയും അറിയുന്നില്ല, നോട്ടീസ് ചെയ്യുന്നില്ല. അതിന് 2 റീസണാണ് ഒന്നുള്ളത്. ഒന്ന്, ആൺകുട്ടികളാവുന്ന സമയത്ത് കുറച്ചധികം ഫ്രീഡം പെൺകുട്ടീനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കിട്ടും. കാരണം പെൺകുട്ടികളാണെങ്കിൽ പെട്ടെന്ന് എല്ലാം കണ്ടുപിടിക്കും. ആൺകുട്ടികളാകുമ്പോൾ എന്ത് എൻ്റെ മോൻ, അവൻ ആൺകുട്ടിയല്ല, അവൻ എന്ത് ചെയ്യാലോ എന്നൊരു മെൻറ്റാലിറ്റി ഉണ്ട്. രണ്ടാമത്തത്, ഇപ്പോഴത്തെ ജനറേഷനിലെ പാരൻസ് കുറച്ചും കൂടെ ജോലി, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ പണികളൊക്കെ ചെയ്യുക, പിന്നെ സോഷ്യൽ മീഡിയ, അങ്ങനത്തെ ഒരു ലൈഫിലോട്ട് പോവുകയാണ്. അപ്പം എനിക്ക് റീസെൻ്റ്ലി വന്നൊരു കുഞ്ഞു കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ വീട്ടിൻ്റെ റൂമിൽ വെച്ചാണ് യൂസ് ചെയ്യുക, പക്ഷേ അറിയില്ല, നോട്ടീസ് ചെയ്യില്ല, എൻ്റെ റൂമിലോട്ടൊന്ന് കയറി നോക്കുക പോലും ഇല്ല എന്നുള്ളത്. അപ്പോൾ ഒരു ലാക്ക് ഓഫ് കെയർ ഇതിൻ്റെ ഒരു കാരണം തന്നെയാണ് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ലഹരിക്ക് അഡിക്റ്റാണ് നമ്മളുടെ മക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നൊരു കാര്യം മറച്ചു വെക്കും. ഇത് പുറമേ നാട്ടുകാരെ ഒന്നും അറിയിക്കൂല, മെല്ലെ സീക്രട്ടായിട്ട് കൊണ്ടുപോകും. എന്നിട്ട് അത്യാവശ്യം ഇത് കൈ വിട്ടു പോകുന്ന സമയത്ത് ഡി അഡിക്ഷൻ സെൻറ്ററിൽ എത്തിക്കുക. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലേ എത്തിക്കുമ്പം എടുക്കുന്നതിൻ്റെ ഒരു 100 എഫോർട്ട് ഞങ്ങൾ എടുക്കണം, അത്യാവശ്യം ഒരു ഹൈ ലെവൽ അഡിക്റ്റിലോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങളുടെ മക്കളൊക്കെ ഇങ്ങനത്തെ സാധനങ്ങൾ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ ആ പെർട്ടിക്കുലർ വ്യക്തിനെ ചികിത്സാലയത്തിലോട്ട് എത്തിക്കാൻ നോക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. രണ്ടാമത്തെ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയി ഒരു 10, 21, 30 ദിവസം വെച്ച് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ട് ആളുടെ രോഗം കംപ്ലീറ്റ് ആയിട്ട് മാറുമൊന്നുമില്ല. ദ റീസൺ ഇസ് അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു ലൈഫ് ലോങ് ഡിസീസാണ്. വൺസ് നിങ്ങളൊരു സാധനത്തിന് അഡിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ അഡിക്ഷൻ മാറണമെങ്കിൽ നിങ്ങൾ മരിക്കണം.
എത്ര കാലത്തോളം നിങ്ങൾ ആ ലഹരി വസ്തു ഉപയോഗിക്കാണ്ട് നിൽക്കുന്നു അത്രയും കാലം ആ രോഗം നിങ്ങളിൽ ഉണ്ടാവില്ല. നിങ്ങൾ എന്ന് വീണ്ടും ഉപയോഗിച്ച് തുടങ്ങുന്നു അന്ന് ഈ രോഗം വീണ്ടും നിങ്ങളിൽ വരും. ഡി അഡിക്ഷൻ സെൻ്ററിൽ പോയിട്ട് ഒരു വ്യക്തിക്ക് കിട്ടിയിട്ടുള്ള തിരിച്ചറിവും ഇനി ഉപയോഗിക്കാണ്ട് നിൽക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പുറത്തിറങ്ങി പ്രാക്ടീസ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. 20-21 ദിവസം ഡി അഡിക്ഷൻ സെൻ്ററിൽ നിന്ന് കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കി നേരെ പോയി ബീവറേജ് കയറി 2 അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെന്ത് ചെയ്യാനാ? ജയിലിൽ നിന്ന് നമ്മളെ വിളിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ആഴ്ചയിൽ ഒരു ദിവസം അല്ലെ അങ്ങനെ നമ്മൾ വിളിക്കല്ലോ. ആ വിളിക്കുന്ന സമയത്തുള്ള എൻ്റെ സംസാരവും കരച്ചിലും ഒക്കെ കേൾക്കുമ്പോൾ മനസ്സരിഞ്ഞു പോന്നി, അമ്മയല്ലേ മനസ്സരിഞ്ഞു പോന്നി. അങ്ങനെയാണ് 2 പ്രാവശ്യവും ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞിട്ട് കാല് പിടിച്ച് കരഞ്ഞിട്ട് അവനെ ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് അവനെ ഇറക്കിക്കൊണ്ടിരുന്നു. കാരണം ജാമ്യം നിൽക്കാൻ ആരും ഉണ്ടാവില്ല. പൈസ കൊടുത്ത് ജാമ്യക്കാരെ നിർത്തിയിട്ട് അങ്ങനെയൊക്കെ ആണ് ഇറക്കിക്കൊണ്ടിരുന്നത്. ഇനിയില്ല, ഇനി എന്ത് വന്നാലും ഇനിയിപ്പം ഞാൻ മനസ്സ് കല്ലാക്കി. ഭയങ്കര ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യം കേട്ടോ അമ്മ പറഞ്ഞത്. കാരണം അവർക്ക് ഇപ്പോൾ ഈ ആൽക്കഹോളിക്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലെ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴുള്ളൊരു ഫേസ് അല്ലത് നിർത്തി കഴിയുമ്പോൾ ഭയങ്കര ഒരു ഡീസൻസിയാണ്. അത് കേട്ട് വിശ്വസിച്ച് കുറേ അച്ഛനും അമ്മയൊക്കെ ഇവരിലങ്ങ് കൺവിൻസ് ആയി പോകും. പക്ഷെ ഇവർക്ക് ഇത് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു കള്ളക്കളിയാണ് എന്നുള്ളത് ആരും മനസ്സിലാക്കില്ല. കുറേ തവണ ചമ്മിയതിൻ്റെ ആഫ്റ്റർ എഫക്റ്റിൽ തന്നെയാണ് അമ്മ പറഞ്ഞത് ഇനി ഞാനിതിൽ വീണു പോകില്ല എന്ന്. എന്നോട് അതിന് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹവും എന്നോട് ഇനി അമ്മേനെ ഇനി ഏറ്റവും ഇഷ്ടം. അതുപോലെ തന്നെ ഈ സാധനം ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഓനെ ചോദ്യം ചെയ്യുന്ന ഓനെ തിരുത്താൻ ശ്രമിക്കുന്ന എന്നോടായി ഏറ്റവും വലിയ പക, ദേഷ്യം. അപ്പൊ ആ ദേഷ്യത്തിന് ഞങ്ങളെ വീട്ടിലുള്ള ഓന്റെ സഹോദരീന്റെ കുട്ടീനെ തന്നെയാണ് ഓനെ പീഡിപ്പിക്കല്ല, ഓൻ കടിക്കുകയാണ് ചെയ്തത്. പക്ഷെ അത് കൊടുത്തപ്പോൾ പോക്സോ കേസായി മാറി. ആ കേസിനെ പറ്റി തന്നെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഒരു പോസ്കോ കേസാണ്. പോസ്കോ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല. എന്താണ്, അമ്മേനോടുള്ള ദേഷ്യത്തിൻ്റെ പുറത്ത് ഒരു കുട്ടീനെ കടിച്ച കേസാണ്. അത് പോക്സോ ആയി മാറിയത്. കടിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു വയലൻസ് നമുക്ക് ഊഹിച്ചാൽ തന്നെ അറിയില്ല. സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. കാരണം ഇത് മേ ബി കുറേ അമ്മമാർക്കും കുറേ അച്ഛന്മാർക്കും ഒരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു വർഷം എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് ബ്രൂട്ടലി ആയിട്ടുള്ള കൊലപാതക കേസുകൾ നമുക്ക് കാണാൻ പറ്റി. ഇതിൻ്റെയൊക്കെ ബാക്കോട്ട് പോകുമ്പോഴുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ലഹരി ഉപയോഗം തന്നെയാണ്. ഇതുപോലെ ലഹരിക്ക് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ മക്കളെങ്കിൽ ഉടനെ ഏതെങ്കിലും നല്ലൊരു ചികിത്സാലയത്തിൽ കൊണ്ടുപോയിട്ട് വേണ്ട ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ എടുക്കുക. ഞാൻ പറയാം, ലഹരിയുടെ അഡിക്ഷൻ എന്ന് പറയുന്നത് വെറും ലഹരി ഉപയോഗം മാത്രമല്ല. എന്നവൻ്റെ ഉപയോഗം അവൻ്റെ സ്വഭാവത്തെയും ജീവിത രീതിയെയും മാറ്റുന്നു. എന്ന് വെച്ചാൽ വൺസ് ഒരു വ്യക്തി അഡിക്റ്റ് ആകുമ്പം അവൻ പോലും അറിയാണ്ട് അവൻ്റെ ബിഹേവിയറും അവൻ്റെ ലൈഫ് സ്റ്റൈലും മാറും. ആ ഒരു പർട്ടിക്കുലർ മൊമെൻറ്റ് മാത്രമേ ആ വ്യക്തിനെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യൂ. സോ മനസ്സിലാക്കേണ്ട കാര്യം അവൻ്റെ സ്വഭാവം മാറിക്കഴിഞ്ഞു. അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ എന്താ ചെയ്യുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെയെങ്കിലും സ്വന്തം മക്കളാണ്, നാണക്കേടാണ്, സമൂഹത്തിൽ വിലയുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളിങ്ങനെ മൈൻഡിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു ഇൻജസ്റ്റൈസിലോട്ട് പോകും. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ലഹരിക്ക് അഡിക്റ്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ ഉടനെ ഒരു ചികിത്സാലയത്തിൽ പോവുക, ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ലഹരി റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്കറിയെങ്കിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലോ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലോ നിങ്ങൾ ചെന്ന് അറിയിക്കുക. നിങ്ങളെ കുത്തിവെച്ച് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ വെച്ച് അല്ലെങ്കിൽ പേടിപ്പിച്ച് തല്ലും ചവിട്ടും കുത്തും ഒന്നും കിട്ടില്ല. ഞാനിതപ്പോൾ ഇരിക്കുന്നത് ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിലാണ്. ഞാനിവിടെ കൗൺസിലറാണ്. സോ ഒരുപാട് നല്ല നല്ല ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. അവിടെ പോയി 10-21 അല്ലെങ്കിൽ 30 ദിവസം എടുത്തിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ മാറാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനുള്ളൊരു ആഗ്രഹവും താല്പര്യവും വേണം. സ്വന്തം ജീവിതം സ്പോയിൽ ചെയ്യാണ്ട് നിൽക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ പറയുകയാണ്. ആൻഡ് ഹാർട്ട്സ് ഓഫ് ടു മിനി അമ്മ, യു ആർ സച്ച് ആൻ ഇൻസ്പിറേഷൻ.